ഹായ് ഓൾ, എ വെരി ഹാപ്പി ഓണം ടു യു ആൻഡ് യുവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വേറൊന്നുമല്ല, ഓണം സ്പെഷ്യൽ പായസം പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെറുപരിപ്പ് എടുക്കുക. സ്പ്ലിറ്റ് മൂങ് ദാൽ എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ആദ്യം തന്നെ അടിക്കട്ടിലൊരു പാത്രം എടുക്കാം. ചെറുപരിപ്പ് അതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ചെറിയ തീയിലൊരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങും. കളർ മാറിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. എന്നിട്ട് ആ പരിപ്പ് അപ്പം തന്നെ കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. 2 മുതൽ 3 വിസിലാകുമ്പോഴത്തേനും നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഇതിപ്പോൾ കുക്കറിൽ വേവിച്ചതിന് ശേഷം പിന്നെ ഉരുളിയിലേക്ക് തന്നെ മാറ്റി ഇത്തിരി വെള്ളമൊഴിച്ച് പിന്നെയും ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ യുഎയിലുള്ളവരൊക്കെ നോർമലി കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് ഒക്കെയാണ് യൂസ് ചെയ്യുക. അതാവുമ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ ഒന്നും കൂടെ എളുപ്പമാണ്. ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തത്. അതിൽ കട്ടി കുറച്ചിട്ടുള്ള പാലാണ് ആദ്യം കൂട്ടിയത്, അതായത് 2ാം പാല്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം, നല്ല കട്ടിയിലെ തേങ്ങാപ്പാൽ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പായസം തിളയ്ക്കാണ്ട് ശ്രദ്ധിക്കണം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ആവണം. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാണ്ട് നോക്കുക. അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും ഒരു 4 ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ജിഞ്ചർ പൗഡർ, അത് ഓപ്ഷണലാണ്. ഇനി പായസത്തിൽ കടിക്കാനായിട്ട് തേങ്ങാക്കൊത്തും പിന്നെ കാഷ്യൂ നട്ട്സും നെയ്യിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എനിക്ക് വേറെയും കുറച്ച് അധികം പായസം ഉണ്ടാക്കാനുണ്ടായിരുന്നു, ഒരു 30 പേർക്കുള്ള പായസം. അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഒരു 6-7 പേർക്കൊക്കെ ആക്കുമ്പം ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പായസം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഓണാശംസകൾ. താങ്ക് യു.